നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. നിർബന്ധമെന്മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ. കർത്താവേ, സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ഞായറാഴ്ചകൾ ആചരിക്കുമ്പോൾ കർത്താവിന്റെ സാധ്യം ആരാധനകളുണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. പാടുകയും വായിക്കുകയും പാഠം കേൾക്കുകയും കർത്താവെ പ്രസംഗിക്കുകയും അതനുസരിക്കുകയും ചെയ്തെല്ലാം മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ കർത്താവയുടെ സാന്നിധ്യബോധത്താൽ ഞങ്ങൾ നിറച്ച് വഴി നടത്തണമെന്ന് നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്കായി ജ്ഞാനകീർത്തനങ്ങളിൽ 31-ാം കീർത്തനം പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ജ്ഞാനകീർത്തനങ്ങളിൽ 31-ാം കീർത്തനം.
നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ സന്നദ്ധമായ സമയത്ത് കർത്താവിനെ ആരാധിപ്പാൻ ആലയത്തിലേക്ക് കടന്നു വന്ന നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് സന്നദ്ധ സുവിശേഷത്തിന്റെ ഞായറായി നമ്മുടെ ജില്ലയിൽ ആചരിക്കപ്പെടുമ്പോൾ അതിൻ്റെ കേന്ദ്ര നേതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാർ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. അവരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നതുപോലെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചുമാരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, നീക്ക് സർവ്വതിനും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങൾ പറയപ്പെട്ടവയും അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നതല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ പ്രസാദം, മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മിശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ചെയ്ത ഇസ്രായേലേ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്ന ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അതിനാൽ നമുക്ക് വിട്ടുകൊടുത്തമാനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. കുട്ടികളെ മടക്കി നമുക്ക് താമസിക്കുക. നമ്മുടെ കുറവുകളേക്ക് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭാവങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായി മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് സ്നേഹമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാളവന്റെ വിശുദ്ധ വഴിയിലേക്ക് ഓടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് ഉപകാരപ്പാക്കി
സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗ്ഗസ്ഥ പിതാവേ, സാക്ഷികളെ മറ്റുള്ളവരോട് നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിനോട് തങ്ങളെ എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴികൾ അധ്വാനിക്കുന്നവരും ഭാരമുക്തരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവരും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസികളെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് എല്ലാവരുടെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും നമ്മിലേക്ക് തിരികെ തങ്ങളുടെ സൗരോട് ക്ഷമിക്കുകയും എല്ലാവർക്കും മോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സർവ്വസപിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകലപാപങ്ങളും ക്ഷമിച്ചവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിൽ മൂന്നാം ഞായർ ഓർഡൈൻ മിനിസ്ട്രിയിൽ മാർക്ക് ബൈ ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് ഞങ്ങളുടെ പാറയും സകേതവുമായ ദൈവമേ, അങ്ങയുടെ ദാനവും ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ സഹായത്താൽ സഭയിലൂടെ നിർവഹിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. പട്ടക്കാരായ ശുശ്രൂഷകരെ നേരോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ സഹായിക്കണമേ. ജാഗ്രതയോടെ ക്രിസ്തുവിനെ അനുകരിച്ച് നല്ല ഇടയന്മാരായി തമിഴ്നാട്ടിൽ കൂട്ടങ്ങളെ നയിക്കാനും കാത്തു സൂക്ഷിക്കാനും അവരെ സഹായിക്കണമേ. അവരുടെ ശുശ്രൂഷയിലൂടെ നാമോത്തപ്പെടുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ഈ സ്വന്തം വേർപാട് പഴയ ഭാഗം വായിച്ചു കേൾക്കാം.